ഹായ് ഓൾ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് കുറേ കുട്ടി ഹാൻഡ് ബാഗുകളാണ്. അത് നമുക്ക് പേപ്പറിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പേപ്പറുകൾ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മുടെ A4 സൈസ് പേപ്പറിൽ ഇതിൻ്റെ നീളത്തിൽ നമ്മുടെ സ്കെയിലില്ലേ അതിൻ്റെ വീതിയിലും കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തേക്കാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 6 റെഡ് കളറിലേതും 4 ഗ്രീൻ കളറുമാണ്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് ചെയ്ത് തുടങ്ങാവേ. അപ്പം നമുക്ക് ഈ രീതിയിലാണ് പേപ്പർ വെച്ച് കൊടുക്കേണ്ടത്. അതായത് 3 പേപ്പറിൻ്റെ ഇടയിൽ കൂടെ ആയിട്ടാണ് അടുത്ത പേപ്പറുകൾ ഓൾട്ടർനേറ്റീവായിട്ട് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് കറക്റ്റ് ഒരു സെൻറ്റർ പോർഷനിലേക്ക് ആക്കി കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പം കറക്റ്റ് ആ ഒരു പോർഷനിലേക്ക് ആക്കും. ഇടയ്ക്ക് ഗ്യാപ്പ് വീഴാതെ ശ്രദ്ധിക്കണേ. ഇനി ഞാനിവിടെ ഇതിൻ്റെ സൈഡ് കോർണറുകളിലായിട്ട് ഇച്ചിരി പശ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇളകി പോകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ഗ്രീൻ പേപ്പർ എടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചില്ലേ അതിൻ്റെ ആ ഒരു അളവ് ആ പേപ്പറിൽ ഇങ്ങനെ എടുത്തിട്ട് അവിടെ ഒന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ മടക്കി അതൊരു സ്ക്വയർ ആക്കി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അറ്റം കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയേ. ഇനി നമ്മൾ ഈ റെഡ് കളറിലെ പേപ്പറിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് ഈ ഗ്രീൻ കളറിലെ പേപ്പർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ റെഡ് കളറിലെ പേപ്പർ പുറത്തെ സൈഡിലായിട്ട് നിൽക്കുന്നില്ലേ അത് ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ അകത്ത് നിൽക്കുന്ന സംഭവം പേപ്പറില്ലേ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാവേ. എന്നിട്ട് വേണം നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മൾ ഏകദേശം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ ഹാൻഡിലൂടെ ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹാൻഡ് ബാഗ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഹാൻഡ് ബാഗിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലൂ കളറിലെ A4 പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ നമ്മളൊന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ മടക്കി എടുത്തതിന് ശേഷം നമ്മളിത് സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ സ്ക്വയർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഈ പേപ്പറിനെ നമ്മൾ 3 ഈക്വൽ പോർഷനാക്കി മടക്കി കൊടുത്തില്ലേ. ഇനി നമ്മൾ ഈ സൈഡിലുള്ള ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്ക്വയറായിട്ട് നമുക്ക് കാണാമല്ലോ ഈ മടക്ക, അവിടെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത്രയും പീസസ് ആക്കി കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് രണ്ട് സൈഡിലും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ പീസസ്, അതിലേക്ക് ഗമ്മ് തേച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒരുമിച്ച് ഒട്ടിച്ച് കൊടുക്കാവേ. കണ്ട് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊരു ശരിക്കും നല്ലൊരു ഡിസൈൻ പോലെ നമുക്ക് കിട്ടിയില്ലേ. ഇനി ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് നമുക്കൊരു ബീഡ്സ് ഒക്കെ ഒട്ടിച്ച് കൊടുത്താൽ നമ്മൾ ഈ ഒട്ടിച്ച് വെച്ചേക്കുന്നത് അറിയത്തില്ല, ഇല്ല പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതിയേ. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചെയ്യാം. അപ്പോൾ അത് നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്ത പോലെ പേപ്പർ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ പല പൂക്കൾ ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കി കൊടുത്തിട്ടില്ലേ, അതുപോലെയൊക്കെ ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്, ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പൂവ് ചെയ്യാൻ നേരത്ത് ഇതള് പോലെ നമ്മൾ കട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇവിടെയും കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ പൂവിൻ്റെ ഇതള് പോലെ ഇരിക്കുന്നില്ലേ, അത് യോജിപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഹാൻഡ് ബാഗുകൾ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്കിനി വെക്കേഷൻ ടൈമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.